റെയിൽവേ സ്റ്റേഷൻ നെക്സ്റ്റ്. ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ മധുരയിൽ പോവാണ്. എന്തിനാണ് നമ്മൾ മധുരയിൽ പോകുന്നത്? പറയൂ, എല്ലാവരും പറയും. അടി തുടങ്ങി. മൈസ്, നമ്മൾ എന്തിനാണ് മധുരയിൽ പോകുന്നത്? ഗൈസ്, നമ്മള് ബൃന്ദയുടെ കല്യാണത്തിനാണ്. ബൃന്ദയല്ല ഗൈസ്, ബൃന്ദയാണ്. നിരഞ്ജ ഫുൾ നെയിം പറയും, അല്ലെങ്കിൽ അജിൽ പറയട്ടെ. അജിലിന് മഞ്ജിമ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ തുടങ്ങിയായിരുന്നു. ഇല്ല, സത്യം. അല്ല, അത് ഇൻട്രോ എടുത്ത് കഴിഞ്ഞു ബാക്കിയൊക്കെ ഫ്രണ്ട്സ് ആണ്. ഞാനാണ് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷെ മഞ്ജു തുടങ്ങിയ ഉടനെ വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് വിഷമമായി. നിരഞ്ജനാണ് ഞങ്ങളുടെ ഇടയിലെ പ്രശ്നം. അല്ലെങ്കിൽ ഞങ്ങള് പാവങ്ങളാണ് അല്ലേ? അപ്പൊ നമ്മള് ട്രെയിൻ എടുത്തിട്ട് കാണാം. ഇന്ന് നമ്മള് 11-ാം തീയതി രാത്രിയാണ് ഇവിടെ. ബഹളം വെക്കാതെ. 11-ാം തീയതി രാത്രിയാണ് പോകുന്നത്. നമ്മൾ നാളെ എത്ര മണിക്ക് അവിടെ എത്തും? ഏകദേശം 3 മണിയൊക്കെ ആകുമ്പോൾ. അപ്പൊ ട്രെയിൻ എടുത്തിട്ട് കാണാം. ഫേമസ് ആണ്. എനിക്ക് മാത്രം ഫോട്ടോ എടുത്ത് തന്നാ മതി. മൂക്ക് ചൊറിയുന്ന വീഡിയോ പോയില്ലല്ലോ, തെളിവില്ലല്ലോ. എന്റെ ഇനി കിട്ടും, കൊറേ കിട്ടുമല്ലോ. പിന്നെ വയറ് വാടക എത്തിച്ചാണ് നിരഞ്ജൻ ഓൾറെഡി നല്ല വയറുണ്ട്. സജിൽ എപ്പോഴും ഇങ്ങനെ നന്നായിട്ടിരിക്കുന്നോണ്ട് ഫോണിന്റെ ടോർച്ച് ഞങ്ങളിപ്പോ ഇവിടെ എന്നെ കാണിക്കുന്നത്. ഞങ്ങളിപ്പോ നെയ്യാറ്റിൻകര കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേഷൻ ഏത്? റെയിൽവേ സ്റ്റേഷൻ നെക്സ്റ്റ്. ഞാൻ നന്നിട്ട് സംസാരിക്കുന്നതാണ് ഗൈസ്, പക്ഷെ വ്ലോഗ് ചെയ്യാൻ നേരത്തൊന്നും വരണില്ല. അതെ, നമുക്ക് ടൈം വേണം. നമുക്ക് ഒരു പിക്കാണ്. ഇങ്ങനെയുള്ള സ്ത്രീകൾ വന്ന് പൈസ ചോദിക്കുവാണെങ്കിൽ നിരഞ്ജനേട്ടായി നെടുമങ്ങാട് എന്ന് നമുക്ക് ഷവർമ മേടിച്ചിട്ട് വേണം. പക്ഷെ ഞങ്ങളുടെ ക്യാഷ്, ഞങ്ങൾ എല്ലാവരും ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ട്. മഞ്ജിമയുടെ റിയൽ. അപ്പൊ കഴിച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ മതിയാ? എനിക്ക് വേണ്ടത് എന്റെ ഫോൺ, ഞാൻ എടുക്കണില്ല. ഇവരെപ്പോഴും ഇങ്ങനെ ഡ്രാമയാണ്. ഇത് കണ്ട് ഞങ്ങൾ ഇനി കഴിക്കുമ്പോ അത് ഇനി വരുമ്പോ ഇനി മാസ്റ്റർ വരുമ്പോഴത്തേക്കും നുള്ളും നമ്മൾ. അല്ലെ കൂ വിളിക്കണം, അല്ലെ കൂ അല്ലെ കീ. തേച്ചോ? പറയോ അത്? ഫൈനലാണത്. നമ്മള് നോക്കിയില്ലല്ലോ. ഫസ്റ്റ് മഞ്ച്
ഓ നല്ലത് വലുത് ഒരുമിച്ച് ഇല്ല അങ്ങനെയുള്ള റൂള് അവൾ കുറുക്കിലിടി 25 അടി. ഹായ് ഗൈസ്, അപ്പൊ നമ്മള് ഷവർമയൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ എല്ലാരും ഉറങ്ങാൻ പോവാണ് അല്ലേ ഗൈസ്? ഉറങ്ങാൻ പോകുന്നില്ലേ? അല്ല അയ്യടാ അങ്ങനെ പോ. നിരഞ്ജൻ എന്തോ തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ട്, ആരും അത് കാണല്ലേ, സ്കിപ്പ് ചെയ്യുമ്പോ. അപ്പോ നമ്മള് മധുര എത്തി. സമയം 3:15 അവരെങ്ങനെയൊക്കെ എത്തിച്ച് നമ്മളെ. കുറച്ച് പാണ്ടീസ് വരുന്നുണ്ട്. പാണ്ടിത്തുറ എണ്ണ. സമയം 5 മണി. നമ്മളിപ്പോ ഉസ്ലാംപെട്ടി ജംഗ്ഷൻ ആണോ ഇത്? ഉസ്ലാംപെട്ടി ഗൈസ്, ഇതാണ് ഉസ്ലാംപെട്ടി. തമിഴ് വായിക്കാറിയോ? തമിഴ്, തെലുങ്ക്, കന്നഡ, ഉറുദു. സെലിബ്രിറ്റി വൈബായിരിക്കും അല്ലേ അവർക്ക് 2 ദിവസം. എന്റെ കല്യാണത്തിന് ഇങ്ങനെ അടിക്കും. ഗ്രീഷ്മയുടെ കല്യാണത്തിന് അതുപോലെ സെക്കൻഡ് ഗ്രീഷ്മ അവിടെ, ഞങ്ങള് ബാക്കി 5 പേര് ഇവിടെ വരും. വീട് അതാണ്. നമ്മളിപ്പോ പോകുന്നത് ആ കുട്ടിയുടെ, ആ ചെറുക്കന്റെ വീട്ടിൽ. അവന്റെ പേരെന്ത്? കൊച്ചു പയ്യന്റെ വീട്ടിലാണ് ഞങ്ങളെ 3 പേരും വിടുന്നത്. ബാക്കി എല്ലാരും വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ട്. ബോയ്സ് വേറെ. നമ്മൾ കോഫി തന്നില്ല, കുടിച്ചോന്ന് ചോദിച്ചെന്നിട്ട്. ഗൈസ്, നമ്മളിപ്പോ ഇവന്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇവൻ ഏതോ കാട്ടിൽ ഞങ്ങൾ വിളിച്ചോണ്ട് പോകുന്നു. തമാശ. പക്ഷെ നല്ല വ്യൂ അല്ലേ? ഇവിടെ രാവിലെയൊക്കെ എണീറ്റ് പല്ല് തേക്കാൻ കൊള്ളാം. ഇതാണ് ബൃന്ദയുടെ റിലേറ്റീവിന്റെ വീട്. ഇവിടെയാണ് നമ്മള് ഫ്രഷ് ആവാൻ വേണ്ടി വന്നത്. ഇവിടെ നല്ല വീടാണ് കേട്ടോ ഗൈസ്, നല്ല സ്ഥലം. ഇത് ഒറിജിനൽ ബ്രഷും. சிகரத்தை அடைந்தால் வானத்தில் ஏறு എമ്പേര് പടയപ്പ ഇടപെട്ട നടയപ്പ എന്നോട് ഉള്ളതെല്ലാം. ഞങ്ങളുടെ താരങ്ങൾ ഇപ്പൊ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത്രയും നേരം ഭയങ്കര ഒരുക്കുമായിരുന്നു. എന്താണെന്ന് അറിയില്ല, മുണ്ടെടുത്തിട്ടുണ്ട്, ഷർട്ട് ഇട്ടിട്ടുണ്ട്, വേറൊന്നും ഇല്ല. പക്ഷെ ഇത്രയും ടൈം അവിടെ അടിയാണ്. എപ്പോഴും അടിയാണ് അവിടെ. ഇവര് ബ്രേക്കപ്പ് ആണോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് ഇടും.